പാകിസ്ഥാനെതിരെ സാമ്പത്തിക ഉപരോധം വരുന്നു. വാണിജ്യ ബന്ധം പൂർണ്ണമായും അവസാനിപ്പിച്ചേക്കും. വ്യോമ കപ്പൽ പാതകൾ അടയ്ക്കാനും ആലോചന. UN ഇടപെടൽ തേടി പാകിസ്ഥാൻ. ഇന്ത്യ ആക്രമിക്കുമെന്ന് കൃത്യമായ വിവരം കിട്ടിയെന്ന് പാക് വാർത്താമന്ത്രി. ദേശീയ സുരക്ഷാ ഉപദേശക സമിതി പുനഃസംഘടിപ്പിച്ചു. മുൻ റോ മേധാവി അലോക് ജോഷി അധ്യക്ഷൻ. കശ്മീരിൽ ഭീകരർക്കായുള്ള തെരച്ചിൽ തുടരുന്നു. ആക്രമണ രംഗം പുനരാവിഷ്കരിച്ച് NIA. പ്രധാനമന്ത്രി നാളെ കേരളത്തിൽ. കരയിലും കടലിലും കർശന സുരക്ഷ. സന്ദർശന വിവരങ്ങൾ അതീവ രഹസ്യമാക്കി PM ഓഫീസ്. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ വീണ്ടും ബോംബ് ഭീഷണി. വിഴിഞ്ഞം തുറമുഖം രാഷ്ട്രത്തിന് സമർപ്പിക്കുന്നത് മറ്റന്നാൾ. പുലിപ്പള്ളി കേസിൽ റാപ്പർ വേടന് ജാമ്യം. അന്വേഷണവുമായി സഹകരിക്കുമെന്ന് വേടൻ. വനം വകുപ്പിന്റെ തടസ്സവാദങ്ങൾ തള്ളി പെരുമ്പാവൂർ മജിസ്ട്രേറ്റ് കോടതി. തൃശൂരിലെ വീട്ടിലും ജ്വല്ലറിയിലും വനം വകുപ്പിന്റെ തെളിവെടുപ്പ്. ജാതി സെൻസസിന് ഒടുവിൽ വഴങ്ങി കേന്ദ്ര സർക്കാർ. അടുത്ത ജനറൽ സെൻസസിനൊപ്പം ജാതി സെൻസസും. സുപ്രധാന നീക്കം. ബീഹാർ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് പല സംസ്ഥാനങ്ങളും നടത്തിയത് രാഷ്ട്രീയ നേട്ടത്തിനുള്ള വെറും ജാതി സർവേ മാത്രമെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്. വിഴിഞ്ഞം കമ്മീഷനിങ്ങിൽ ഷിപ്പിംഗ് മന്ത്രാലയം നൽകിയ പരസ്യത്തിൽ പ്രധാനമന്ത്രി മാത്രം. കേരള സർക്കാരിനെയും മുഖ്യമന്ത്രിയെയും വെട്ടി. സംസ്ഥാന സർക്കാർ തന്നെ തഴഞ്ഞെന്ന് പ്രതിപക്ഷ നേതാവ്. തീരുമാനിച്ചത് പ്രധാനമന്ത്രിയുടെ ഓഫീസാണെന്ന് VN വാസവൻ. BJP സംസ്ഥാന അധ്യക്ഷനും ക്ഷണം. മംഗളൂരുവിൽ ആൾക്കൂട്ട ആക്രമണത്തിൽ 20 പേർ അറസ്റ്റിൽ. അഷ്റഫിനെ കൊന്നത് പാക് അനുകൂല മുദ്രാവാക്യം വിളിച്ചുവെന്നാരോപിച്ച് മംഗളൂരുവിലും പരിസര പ്രദേശങ്ങളിലും സുരക്ഷ ശക്തമാക്കി പോലീസ്. ദ്രോണാചാര്യ സണ്ണി തോമസ് അന്തരിച്ചു. വിടവാങ്ങിയത് ഇന്ത്യൻ ഷൂട്ടിംഗിന്റെ കാലത്തെ മികച്ച പരിശീലകൻ. സംസ്കാരം നാളെ എറണാകുളത്ത്.